കഴിഞ്ഞൊരു വീഡിയോയിൽ ട്രെയിനിൽ നിന്നൊരു പണി കിട്ടി ഞാൻ പറഞ്ഞു. എന്താണെന്ന് അറിയട്ടെ. ദേ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മഹാന് ട്രെയിനിൽ കയറിയപ്പോൾ ഫ്രൂട്ടി കുടിക്കാൻ ഒരു മോഹം. ഇതിൽ സെർവ് ചെയ്യുന്ന ഫുഡിനെ കുറിച്ചുള്ള എല്ലാവരുടെയും അഭിപ്രായം ഞാൻ പറയണ്ടല്ലോ. പക്ഷേ ഇതുപോലെയുള്ള പാക്ഡ് ഐറ്റംസ് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇതേ കണ്ടില്ലേ, മാനിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഫ്രൂട്ടി മേടിച്ചപ്പോഴാണ് അതിന്റെ കുപ്പിയിലെ സ്ക്രാച്ചസ് കണ്ട് ഞങ്ങൾ ഞെട്ടിയത്. അതും പോരാഞ്ഞിട്ട് ഇതിൽ മാനുഫാക്ചറിംഗ് ഡേറ്റോ വേറെ ഒരു ഡീറ്റെയിൽസും ഇല്ലായിരുന്നു. പിന്നെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ടിക്ക് അത് കുറച്ച് വെള്ളം കുരുവിച്ച് എങ്ങനെ ഇരിക്കും അതുപോലായിരുന്നു. ട്രെയിൻ ആയതുകൊണ്ട് ഇതൊക്കെ തന്നെ പ്രതീക്ഷ മതി എന്ന് ചിലർക്ക് തോന്നും. ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുമ്പോൾ പറ്റുന്നതായിരിക്കും. എന്നാലും പുറത്തുനിന്ന് മേടിക്കുന്ന അതേ പൈസ കൊടുത്ത് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് നിന്നും ഓരോ സാധനങ്ങൾ മേടിക്കുന്നത്. സോ അതിന്റേതായ ഒരു ഡീസന്റ് ക്വാളിറ്റി നമുക്ക് ഉറപ്പാക്കിക്കൂടെ. അത് മാത്രവുമല്ല, ഇതിൽ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വിൽക്കാനും സാധിക്കില്ല. ട്രെയിനിലെ കംപ്ലൈന്റ് പരിഹരിക്കാൻ നമുക്ക് റെയിൽ മെഡാർ എന്ന് പറഞ്ഞ ആപ്പിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. അത് തന്നെ ഞാനും ചെയ്തു. ഒരു 5 മിനിറ്റിനുള്ളിൽ ഒരു പുള്ളി വന്ന് നമ്മുടെ കംപ്ലൈന്റ് ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർ തിരക്കി. എന്നിട്ട് അവരൊന്നും റീപ്ലേസ് ചെയ്ത് തന്നു. അതിലും വലിയ മാറ്റമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഭേദമെന്ന് പറയാൻ അതിനകത്ത് മാനുഫാക്ചറിംഗ് ഡേറ്റും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണായിരുന്നു. ഇനി കംപ്ലൈന്റ് അന്വേഷിക്കാൻ വരുന്ന പുള്ളിക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ. ഇനി ഭാഷ അറിയില്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കുന്നോ, എങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുമെന്നോ എനിക്കറിയില്ല. ഭയങ്കര തുച്ഛമായ വിലയ്ക്കോ അല്ലെങ്കിൽ നമുക്കെന്തോ ലാഭം കിട്ടുന്ന പോലെ ഒന്നും അല്ലല്ലോ ഇതിൽ നിന്ന് നമ്മൾ സാധനം മേടിക്കുന്നത്. അപ്പോൾ ഒരു ഡീസന്റ് ക്വാളിറ്റി എങ്കിലും ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്തു. ഇത്ര ലോ ക്വാളിറ്റി ഫുഡ് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ബെറ്റർ ആവുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ. എന്തായാലും ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഇത് കുടിച്ചിട്ട് ബാക്കി ആർക്കും ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിനൊരു നന്ദി.